ശരി, ഏതായാലും ഇത് അട്ടിമറിക്കപ്പെടുന്നു എന്ന് തന്നെയാണ് അമ്മ സംശയം പ്രകടിപ്പിച്ചത്. സർക്കാരും CBIയും ചേർന്ന് ഒത്തുകളിക്കുകയാണ്. തങ്ങളെ പ്രതി ചേർത്തതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട്. യഥാർത്ഥ പ്രതികളെ കണ്ടെത്തും വരെ സമരം തുടരുമെന്നാണ് വാളയാർ പെൺകുട്ടികളുടെ മാതാപിതാക്കൾ റിപ്പോർട്ടറിനോട് പ്രതികരിച്ചത്. പ്രതികളെ കിട്ടാത്ത കാരണം കൊണ്ട് അവർ അച്ഛനും അമ്മേനും പ്രതികളാക്കി ഇതാക്കിയെന്നുള്ളൂ. ഇപ്പോൾ 8 വർഷമായി പ്രതികൾക്ക് വേണ്ടി അനന്തകൃഷ്ണൻ വന്നു, ഉമ വന്നു, ഒന്നും പ്രതികളെ ആരും നമ്മൾ പറയുന്നൊന്നും അവർ ചെവിക്കൊള്ളുന്നേ ഇല്ല. അപ്പോൾ ആദ്യം മുതലേ കേസ് അട്ടിമറിച്ചും കൊണ്ടാണ് നിൽക്കുന്നത്. അപ്പോൾ കേസായിട്ട് എങ്ങനെയായാലും കേസായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ആലോചിച്ചിട്ട് കേസായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ഇതിനാണ്. ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാരായാലും എല്ലാവരും ഒക്കെ അട്ടിമറിച്ചും കൊണ്ടേ നിൽക്കുകയാണ്. ഇതുവരെ ആദ്യം മുതലേ തുടക്കം മുതലേ ഇതുവരെ ഇപ്പോൾ അട്ടിമറിച്ചും കൊണ്ടേ നിൽക്കുകയാണ് ഉദ്യോഗസ്ഥന്മാർ. എന്താണെന്ന് ഞങ്ങൾക്ക് അറിയുന്നില്ല. യഥാർത്ഥ പ്രതികളിൽ കണ്ടെത്തുന്നില്ല, അവർ യഥാർത്ഥ പ്രതികളിൽ എത്താൻ വേണ്ടി ശ്രമിക്കുന്നില്ല. അതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ വീണ്ടും നമ്മളെ കുറ്റക്കാരാക്കിക്കൊണ്ട് ചെയ്യാനുള്ള തന്ത്രമാണ് ഇപ്പോൾ വന്ന ഉദ്യോഗസ്ഥന്മാർ വരെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അച്ഛനും അമ്മനെയും പ്രതിപട്ടികയിൽ ചേർക്കുന്നതിൻ്റെ കാരണം തന്നെ ചോദിച്ചെങ്കിൽ യഥാർത്ഥ പ്രതിയിൽ എത്താതിരിക്കാൻ വേണ്ടിയാണ് നമ്മളെ പ്രതികളാക്കിയിരിക്കുന്നത്. ഈ 7 വർഷക്കാലം ഞങ്ങൾ പ്രതികളല്ലായിരുന്നു, ഇപ്പം ഞങ്ങൾ പ്രതികളായി. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാൻ പാടില്ല. അവർക്ക് അറിയാവുന്ന തെളിവുകളെല്ലാം കൊണ്ടുവരട്ടെ. നമ്മൾ നമ്മുടെ വഴിയിലൂടെ സമരമായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഇനിയിപ്പോൾ നാളുകളിൽ അങ്ങോട്ടേക്ക് നമ്മൾ നിയമപരമായിട്ട് സമരമായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. കോടതിയെ സമീപിക്കും. ഇപ്പോഴത്തെ വാളയാർ പെൺകുട്ടികളുടെ വീട്ടിൽ പോലീസ് സംഘം എത്തിയിരിക്കുന്നു എന്നൊരു വാർത്തയാണ് വരുന്നത്. ഇക്ബാൽ അറക്കലുണ്ട് അവിടെ നിന്നും. ഇക്ബാൽ, CBI പ്രതിപട്ടികയിൽ ചേർത്തതിന് പിന്നാലെ രൂക്ഷമായ ഭാഷയിൽ പോലീസിനും CBIക്കും ഒക്കെ എതിരെ അമ്മയും അച്ഛനും നമ്മളോട് ഉൾപ്പെടെ പ്രതികരിച്ചതാണ്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പോലീസ് സംഘം അവിടെ എത്തിയിരിക്കുന്നത്. എന്തിനാണ് ഇവർ എത്തിയതെന്നാണ് പറയുന്നത്? വിനീത, വാളയാർ പോലീസ് സ്റ്റേഷനിലുള്ള ഉദ്യോഗസ്ഥരാണ് അല്പസമയം മുമ്പ് ഈ വാളയാർ പെൺകുട്ടികളുടെ വീട്ടിലേക്ക് എത്തിയത്. പെട്രോളിങ്ങിൻ്റെ ഭാഗമായി സുരക്ഷ ഒരുക്കുന്നതിന് വേണ്ടിയാണ് ഈ വീടിൻ്റെ പരിസരത്തേക്ക് എത്തിയതെന്നാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ഈ CBI കുറ്റപത്രത്തിൽ അമ്മയെയും അച്ഛനെയും കൂടി ഈ പ്രതികളായി ചേർത്തതോടുകൂടി വലിയൊരു നിയമ പോരാട്ടത്തിന് ഒരുങ്ങുകയാണ് പെൺകുട്ടികളുടെ കുടുംബം. ഏതായാലും അടുത്ത ദിവസം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നിയമ പോരാട്ടത്തിനുള്ള നടപടികൾ ആരംഭിക്കുമെന്ന് ഈ കുട്ടികളുടെ അച്ഛനും അമ്മയും ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ കേസിൽ പ്രതി ചേർത്തിട്ടുള്ള ഈ കുട്ടികളുടെ അച്ഛൻ ഉൾപ്പെടെ നമ്മളോട് ഇപ്പോൾ പ്രതികരിക്കുകയാണ്. യഥാസമയം നിങ്ങൾ വിവരങ്ങൾ പോലീസിൽ അറിയിച്ചില്ല, കാര്യങ്ങൾ അറിഞ്ഞിട്ടും എന്നാണ് ഇപ്പോൾ ആ കുറ്റപത്രത്തിൽ തന്നെ പറയുന്നത്. അത് ശരിയാണോ? ശരിയാണോ വെച്ചാൽ യഥാർത്ഥത്തിൽ ഞാൻ സുഖമില്ലാതിരിക്കുമ്പോഴാണ് ഞാൻ കണ്ടത്. കുട്ടീനെ ബാക്കിൽ കൂടെ ഒന്ന് കൂട്ടിപ്പിടിക്കുന്നത് വല്യമത് പറഞ്ഞിട്ട്. അത് കണ്ടപാട് ഞാൻ വന്ന് ഭാര്യ പണിക്ക് പോയതാണ്. ഞാൻ സുഖമായിട്ട് വീട്ടിലിരിക്കുമ്പോൾ അത് ഭാര്യ അടുത്ത് വന്ന് പറഞ്ഞു. അത് വീട്ടിൽ പോയി അതിൻ്റെ മുഖത്ത് 2 അടിച്ചു. എന്താണ് ചെയ്ത് ചോദിച്ചപ്പോൾ അപ്പോൾ അവൻ്റെ അമ്മ വന്ന് ചോദിച്ചപ്പോൾ എന്താണ് നീ അവനെ അടിച്ചതെന്ന് ചോദിച്ചപ്പോൾ അത് അവൻ്റെ അടുത്ത് ചോദിക്കുക പറഞ്ഞപ്പോൾ അപ്പോൾ അവൾ ഇങ്ങനെയാണ് കാര്യം പറഞ്ഞപ്പോഴാണ് നീ കേസാക്കേണ്ട, അവൾ കേസൊന്നും ആക്കണ്ട, 2 പെൺകുട്ടികളുടെ കല്യാണം കഴിക്കാനുള്ള, അവന് താഴെയുള്ള 2 പെൺകുട്ടികളുടെ കല്യാണം കഴിക്കുക, കേസാക്കണം, ഞാൻ അവിടെ വരാണ്ട് ഞങ്ങൾ നോക്കിക്കോളാം, അവനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ, ഞാൻ അങ്ങോട്ട് വരികയില്ല എന്ന് പറഞ്ഞിട്ട് അവനെ 2 അടിച്ചിട്ട് വീട്ടിലേക്ക് വന്നതാണ്. അവൻ്റെ അമ്മ പറഞ്ഞതിനെ കൊണ്ട് അവന് 2 പെൺകുട്ടികളുണ്ട്, അവരെ കേസായി കഴിഞ്ഞാൽ അവരെ കല്യാണം കഴിയില്ല എന്ന് പറഞ്ഞത് കൊണ്ട് അവൾ മിണ്ടാണ്ട് പോകുന്നത്. അതാണ് കേസാക്കാനുള്ള കാരണം. ഒറ്റ പ്രാവശ്യം തന്നെ കണ്ടിട്ടുള്ളൂ. അന്ന് തന്നെ അവന് പറയാമെന്ന് വെച്ചാൽ വലിയ കുട്ടി മരിച്ചപ്പോഴും അവിടെ വീട്ടിൽ വന്നിട്ടുള്ള നാട്ടുകാർ കണ്ടിട്ടുണ്ട്. അപ്പോൾ നാട്ടുകാർ കണ്ടപ്പോഴും ആ ഉച്ചയ്ക്ക് ശേഷം ഇവിടെ ഉണ്ടേനെന്ന് പറഞ്ഞു. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം അന്ന് വെള്ളിയാഴ്ച അതിനെക്കൊണ്ട് വലിയ കുട്ടിക്ക് വയറുവേദന അതിനെക്കൊണ്ട് പോകണ്ട പറഞ്ഞിട്ട് ചെറിയ കുട്ടീനും കൂടി അനിയത്തിനും കൂടി വീട്ടിലിരുത്തി. അപ്പോൾ അവൾ 2 മണിയായപ്പോൾ കുളിച്ചെങ്ങാണ്ട് തറവാട്ടിൽ ആടിനയക്കാൻ പോയി. അപ്പോൾ വലിയ മകള് കുളിക്കാൻ വേണ്ടി അവരെ ഡ്രസ്സുകളും ചെറിയ കുട്ടീൻ്റെ ഡ്രസ്സും അപ്പോസിൻ്റെ ഡ്രസ്സൊക്കെ തിരുമ്പിട്ടിങ്ങാണ്ട് സിറ്റൗട്ടിൽ മറ്റേ വീട് വാർക്കാത്ത അതിൽ ആറിയിടാൻ വേണ്ടി വെച്ചിരിക്കുന്നു. മറ്റേ ബാത്റൂമിൽ അവൾ തോർത്തും ഇത് കുളിക്കാൻ വേണ്ടി നിൽക്കുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവൾ ആടിനയച്ച് വരുമ്പോൾ 2 ആൾ ഷെഡിൻ്റെ അകത്ത് നിന്ന് ഇറങ്ങി പോകുന്നത് ചെറിയ മകൾ കണ്ടു. ശ്രീജേഷൻ അവിടെ നിന്ന് വരുമ്പോൾ കാണാം. അപ്പോൾ നിങ്ങൾ കൃത്യമായി തന്നെ ഉദ്യോഗസ്ഥനോട് പറഞ്ഞു ചെയ്ത് ചെറിയ മകൾ മൊഴി നേരിട്ടിട്ട് മറ്റേ സൈനിപ്പോൾ എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥയ്ക്ക് നേരിട്ട് പറഞ്ഞു. അപ്പോൾ അത് മോക്ക് തോന്നിയതായിരിക്കും എന്ന് പറഞ്ഞു. അത് മേഡത്തിനോട് വേറെ ഒരു പോലീസുകാരോടും പറഞ്ഞു ഇങ്ങനെ വന്ന് 2 ആൾ കർച്ചീപ്പ് വെച്ച് പോകുന്നത് കണ്ടു. അപ്പോൾ ചേച്ചി പെടയുന്ന ഞാൻ കണ്ടത്. അപ്പോൾ ഞാൻ പട്ടിക പിടിച്ചിട്ട് എന്തോ കളിച്ച് വെച്ചിട്ട് അര പിടിച്ച് വലിച്ചു. നോക്കുമ്പോഴാണ് ഷാള് കണ്ടത്. ഷാള് കണ്ട് അതിന് മുന്നേ കാണിച്ച് ഞാൻ അത് തന്നെയാണ്. ഏതായാലും കൃത്യമായി തന്നെ വിവരങ്ങൾ അറിയിച്ചിരുന്നു. പോലീസിൽ അതിൽ വീഴ്ച പറ്റിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഏതായാലും അട്ടിമറി സാധ്യതയുണ്ട്, ഗൂഢാലോചന നടന്നു തങ്ങളെ പ്രതി ചേർത്തതിലെന്ന് കൂടിയാണ് വാളയാർ പെൺകുട്ടികളുടെ മാതാപിതാക്കൾ നമ്മളോട് പ്രതികരിക്കുകയും ചെയ്തത്. ഏതായാലും അവർക്ക് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം തുടരുകയാണ്. അടുത്ത മാസമാണ് മൂത്ത പെൺകുട്ടിയുടെ ഓർമ്മ ദിവസം വന്ന് ഹൈക്കോടതി ജംഗ്ഷനിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കും എന്നുകൂടിയാണ് ഇപ്പോൾ കുടുംബം സമരസമിതിയൊക്കെ തന്നെ അറിയിക്കുകയും ചെയ്തത്. നമുക്ക്